How many words with or without meaning can be formed using all the letters of the word equation at a time so that the vowels and consonants occur together? Okay. Now, അപ്പം ഇക്വേഷൻ എന്നുള്ളതിൽ 5 വൗവലുണ്ട്. എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. ഇനി കൺസണൻസ് ഉള്ളത് ഏതാണ്? ക്യു ടി എൻ. ഓക്കെ. അടുത്ത നമ്പർ ഓഫ് സ്പേസ്, അതാണ് ആദ്യമേ നമ്മൾ 5 വൗവലും ഉണ്ട്, 3 കൺസോണൻസും ഉണ്ട്. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 5 വൗവൽസ് ക്യാൻ ബി അറേഞ്ച്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5C5. കാരണം എന്തുകൊണ്ടാണ്? 5 വൗവലുണ്ട്, 5 പൊസിഷനിൽ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഓക്കെ, 5 വൗവലുണ്ട്, ആകെ 5 വൗവലുണ്ട്, അത് 5 പൊസിഷനിൽ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. നമുക്ക് 5C5 രീതിയിലാണ്. ഓക്കെ, നൗ അതിന്റെ ഇക്വേഷൻ എത്ര കിട്ടും? 5 ഫാക്ടോറിയൽ ബൈ 5C5 അല്ല, 5P5. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 5 ഫാക്ടോറിയൽ ബൈ, കാരണം നമുക്കിങ്ങനെ 5 ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 2 3 4 5, ആദ്യത്തേൽ 5 ലെറ്ററിൽ ഏത് വേണം വെക്കാം. രണ്ടാമത്തെ 4 എണ്ണത്തിൽ, കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്? വൗവൽസ് കോൺസണൻസ് ഒക്കർ ടുഗദർ എന്നാണ്. ആദ്യത്തെ പൊസിഷനിൽ എ ഐയിൽ ഏതിൽ 5 എണ്ണത്തിൽ ഒരെണ്ണം വരാം. അടുത്ത പൊസിഷനിൽ 4 എണ്ണത്തിൽ ഏത് വേണം വരാം. അടുത്ത പൊസിഷനിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം വരാം. അടുത്ത പൊസിഷനിൽ 2 എണ്ണത്തിൽ ഒരെണ്ണം വരാം. അടുത്ത പൊസിഷനിൽ ഒരെണ്ണം വരാം. ഏതേലും ഒരു വരി വരാം. ഓക്കെ, ഇൻ ദ വേർഡ് ഇക്വേഷൻ ദർ ആർ 5 വൗവൽസ്. ഓക്കെ, അപ്പം ആ 5 വൗവലിനെ ഒരുമിച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര രീതി അറേഞ്ച് ചെയ്യാം? 5C5 അല്ല, 5P5 രീതി നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. അതെന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. How many words with or without meaning can be formed using all the letters of the following എന്താണ്? Equation at a time so that the vowels and consonants occur together. അപ്പോൾ നമുക്ക് ആകെ 8 സ്പേസ് ഉണ്ട്. നമുക്ക് 8 സ്പേസ് എങ്ങനെ വേണമെങ്കിലും വെക്കാം. 1 2 3 4 5. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വൗവലും ഒരുമിച്ചായിരിക്കണം. ഓക്കെ, നൗ ഒന്നെങ്കിൽ ഈ ഒരു 2 രീതിയിൽ, ആദ്യമേ വൗവല് പിന്നെ കൺസണൻസ്, അല്ലെങ്കിൽ എന്താണ്? ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ആദ്യമേ കൺസണൻസ്, പിന്നെ ഏതാണ്? പിന്നെ വൗവല്. ഇനി വൗവല് ഞാൻ ഒരുമിച്ചെടുക്കുന്ന 5 പൊസിഷനിൽ എത്രയായിരിക്കും? 5P5 ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ പൊസിഷൻ 5 എണ്ണം പറ്റും, രണ്ടാമത്തെ പൊസിഷൻ 4 എണ്ണം പറ്റും, മൂന്നാമത്തെ പൊസിഷൻ 3 എണ്ണം പറ്റും, പിന്നെ 2 എണ്ണം പറ്റും. ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായിട്ട് അപ്ലൈ ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് 5P5 കിട്ടും. അതിന്റെ ആൻസർ എത്ര കിട്ടും? 120 കിട്ടും. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 3 കോൺസണൻസ് ക്യാൻ ബി അറേഞ്ച്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3P3. എന്തുകൊണ്ടാണ്? ഇനി നമുക്ക് 3 കൺസണൻസ് ഉണ്ട്. അത് നമ്മൾ ആദ്യമേ വെക്കാം, അല്ലെ രണ്ടാമത് വെക്കാം. അതെങ്ങനെയായിരിക്കും? 3 കൺസണൻസ് ഉണ്ട്, 3 പൊസിഷൻ ഉണ്ട്. അത് എത്രയായിരിക്കും? 3P3. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? 1 2 3, ആദ്യത്തെ പൊസിഷന് 3 ഓപ്ഷൻ ഉണ്ട്. 3 എണ്ണത്തിൽ ഏതെങ്കിലും വെക്കാം. അടുത്ത പൊസിഷനിൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കാം. അടുത്ത പൊസിഷനിൽ പിന്നെ ഒരെണ്ണം വെച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് എത്ര വരുന്നത്? 3P3 വരുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 കിട്ടും. 2 ways in which vowel and consonants can appear together. അപ്പോൾ നമുക്ക് ആദ്യമേ വൗവലും കോൺസണൻസ് എന്നുള്ള രീതി വരും, അല്ലെ കൺസണൻസും വൗവൽ എന്നുള്ള രീതി വരും. അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റി എത്രയായിരിക്കും? 2 times 120 times 6. കാരണം ഇത് 120 രീതിയിലും ഇത് 6 രീതിയിലും നമുക്ക് ഏത് രീതിയിലും വെക്കാം. അത് രണ്ടിൻ്റെയും കൂടെ പല പോസിബിലിറ്റി പറ്റും. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 times 120 times 6, that is equal to 111440. Okay. If the different permutation of all the letter of the word examination are listed as in a dictionary, how many words are there in this list before the first word starting with the E? എന്നുള്ളതാണ് question. Different permutation of all the letter of the word examination
listed as in a dictionary. How many words are there in this list before the first word starting with the E? Okay. അപ്പം നമുക്ക് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുന്ന 1-2 പോയിന്റ്. വേർഡ്സ് ആർ ലിസ്റ്റഡ് ഇൻ ആൽഫബറ്റിക്കലി ആണ് ഒരു ഡിക്ഷണറിയിൽ. ഓക്കെ, ലിസ്റ്റഡ് ബിഫോർ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഐദർ എ ബി സി ഡി. ഓക്കെ, നൗ എക്സാമിനേഷനിൽ നമുക്ക് ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഏത് ഓർഡറിലാണ് അത് എഴുതുന്നത്? എക്സാമിനേഷനിലെ വേർഡ് നമ്മൾ എന്ത് ചെയ്തു? ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷനിൽ വരുന്ന വേർഡ്സ് ഇതൊക്കെയാണ്: ഇ, എക്സ്, എ, എം, എൻ, ടി, ഐ, ഒ. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എ ആണ് ആൽഫബറ്റിക്കൽ ആദ്യമേ ഇതിൽ വരുന്ന ലെറ്റർ. പിന്നെ രണ്ടാം വരുന്ന ഏതാണ്? ഇ ആണ്. കാരണം പിന്നെയുള്ള ഏത് ലെറ്റർ എടുത്താലും എക്സ് അതിന് ശേഷമാണ്, എം അതിന് ശേഷമാണ്, ഐ അതിന് ശേഷമാണ്, എൻ, ടി, ഐ, ഒ, എൻ ഇതെല്ലാം അതിന് ശേഷമാണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി 2 എ ഉണ്ട്. അപ്പം 2 എയിൽ ഒരേ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഒരേ ഓൾറെഡി നമ്മൾ ഏതിലെടുത്തു? ഓക്കെ, അപ്പം ഇ എന്നുള്ള ലെറ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എയിലുള്ള കുറേ ലെറ്റേഴ്സ് കാണും ആദ്യത്തെ എയിൽ. ഓക്കെ, കാരണം ഒരേ എടുത്താലും പിന്നെ ഒരേ എന്തുണ്ട്? റിമെയിൻ ആണ്. എന്തുകൊണ്ടാണ്? എക്സാമിനേഷനിൽ എത്ര പേരുണ്ട്? 2 എ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഇ പിന്നെ റിമൈനിങ്, അതായത് ആദ്യത്തെ നമ്മൾ എ എടുത്തു, വേർഡ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എന്തായിരിക്കും? എ ആയിരിക്കും. ദ റിമൈനിങ് 10 പ്ലേസ്, ആകെ 11 പ്ലേസ് ഉണ്ട് ഫിൽഡ് ബൈ റിമൈനിങ് ലെറ്റേഴ്സ്. അതായത് ഒരു ഇ, ഒരു എക്സ്, പിന്നെ ഒരു എ, കാരണം ഒരു എ എടുത്താലും പിന്നെ ഒരു എ ഉണ്ട്, ഒരു എം, 2 എൻ, ഒരു ടി, 2 ഐ, ഓക്കെ, ഓരോ എ. ഇത്രയും ലെറ്റർ ആണ് നമ്മൾ 11 പ്ലേസിന് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം എന്തായിരിക്കും? ഈ എയും എക്ക് ശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ 11 പ്ലേസും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പല 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 ലെറ്ററിന്റെ കോമ്പിനേഷൻ വരും. പിന്നെ അടുത്ത് വരുന്നത് ഈ തൊട്ടുള്ള ലെറ്റർ ആണ്. കാരണം ക്വസ്റ്റ്യനിലാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹൗ മെനി വേർഡ്സ് ഇൻ ദർ ഇൻ ദിസ് ലിസ്റ്റ് ബിഫോർ ദി ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് ഇ. അതായത് ഇ എന്ന് പറയുന്ന ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ഈ തുടങ്ങുന്ന ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഒബിയസ്ലി ആൽഫബറ്റിക് ഓർഡറിൽ ഇക്ക് മുമ്പുള്ളത് എ ആയിരിക്കും. അപ്പോൾ എയുടെ എല്ലാ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. അതാണ് എയുടെ എല്ലാ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. പിന്നെ ഇപ്പൊ ഡിക്ഷണറിയിലാണെങ്കിൽ ഈ കൂട്ടിയുള്ള എല്ലാ വേർഡ്സും വരും. ഓക്കെ, ആ രീതിയിലാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിക്ഷണറി അനുസരിച്ചാണ് ഐ കൂട്ടിയുള്ള ലെറ്റേഴ്സ് ആയിരിക്കും ബാക്കിയുള്ളതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പം ഈ എ കൂട്ടി എത്ര കോമ്പിനേഷൻ ഉണ്ടെന്നുള്ളത് നോക്കണം. നമുക്ക് എത്ര പ്ലേസ് ഉണ്ട്? 10 പ്ലേസ് ഉണ്ട്. ഈ 10 പ്ലേസ് നമ്മൾ ഫില്ല് ചെയ്യണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണ്? കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ട്. എന്താണ്? എന്നിന് 2 റിപ്പീറ്റേഷൻ ഉണ്ട്, ഐക്ക് 2 റിപ്പീറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അതായിരിക്കും എക്ക് ശേഷമുള്ള ഈ 10 പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. അതുവരെ എത്ര കോമ്പിനേഷൻ ഉണ്ടോ പിന്നെ അടുത്ത ലെറ്റർ ഇ എ എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എയിലുള്ള ലെറ്റർ ആയിരിക്കും അതിന് മുമ്പ് വരുന്നതെന്ന് മനസ്സിലായി. അതിനുശേഷം 10 പ്ലേസ് ഉണ്ടെന്ന് മനസ്സിലായി. ആ 10 പ്ലേസിനുള്ളിൽ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? എൻ ഫാക്ടോറിയൽ റിപ്പീറ്റ് ചെയ്യുന്നത് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് 907 ഓക്കെ 9,07,200 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്തത് കിട്ടുന്നത്. The English alphabet has 5 vowels, 21 consonants. How many words with 2 different vowels?
and 2 different consonants can be formed from the alphabet. 5 vowel, 21 consonant. How many words with 2 different vowel, 2 different consonant can be formed from the alphabet? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്കൊരു വേർഡ് ഉണ്ടാക്കണം. 2 വവലും വേണം. ഓക്കെ, അടുത്ത എന്താണ്? 2 കൺസണൻസും വേണം. 2 വവൽ ഔട്ട് ഓഫ് 5 എങ്ങനെ എടുക്കാം? 5C2 way. ഓക്കെ, നമ്മുടെ 5 ഓപ്ഷൻ ഉണ്ട്. 2 എണ്ണം സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ അറേഞ്ച്മെന്റ് അല്ല. ഓക്കെ, ഡിഫറെന്റ് വവൽ ആൻഡ് 2 ഡിഫറെന്റ് കൺസണൻസ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി ആൽഫബറ്റ്. അപ്പം 5C2 ആണ്. എന്തുകൊണ്ടാണ്? ആകെ 5 ഓപ്ഷൻ അവൈലബിൾ ആണ്. 5 ഓപ്ഷനിൽ നിന്ന് 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? 5C2. അടുത്ത 2 കോൺസണൻസ് 21 നിന്ന് സെലക്ട് ചെയ്യുന്ന എത്രയായിരിക്കും? 21C2. ഓക്കെ, ആദ്യമേ നമ്മൾ വേർഡ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? കാരണം അവരൊരിക്കലും ഇത് ഒരുമിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്യണം. ആദ്യം നമ്മൾ ലെറ്റേഴ്സിനെ എന്ത് ചെയ്യാണ്? സെലക്ട് ചെയ്യണം. അത് പക്ഷേ എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഐഡന്റിക്കൽ ആയിരിക്കരുത്. 5 vowel, 21 consonants. ഓക്കെ, 2 ഡിഫറെന്റ് വോവൽ ആൻഡ് 2 ഡിഫറെന്റ് കൺസണൻസ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 5 വോവലിൽ നിന്ന് 2 എണ്ണം 5C2 വേയിലും 21 കോൺസണന്റിൽ നിന്ന് 2 എണ്ണം 21C2 വേയിലുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 5C2 ടൈംസ് 21C2 എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും. അത് ആദ്യമേ സെലക്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? 5 വോവലിൽ നിന്ന് 2 ഡിഫറെന്റ് വോവലും 21 കോൺസണിൽ നിന്ന് 2 ഡിഫറെന്റ് കോൺസണൻസും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5C2. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അറേഞ്ച്മെന്റ് എന്നൊരു പരിപാടി വന്നിട്ടേ ഇല്ല. അറേഞ്ച്മെന്റ് നമ്മൾ നെക്സ്റ്റ് ഫേസിൽ, ആദ്യമേ നമ്മൾ വേർഡിനെ എടുക്കണം. വേർഡിനെ എടുത്തിട്ടേ നമുക്ക് അറേഞ്ച്മെന്റ് എന്നുള്ളൊരു ഫാക്ടർ അതിനുള്ളിലോട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? കയറി വരുന്നു. അറേഞ്ച്മെന്റ് എന്നൊരു ഡ്യൂട്ടി അതിനുള്ളിലോട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? കയറി വരുന്നു. സോ 5C2, 21C2. The English alphabet, 5 vowel, 21 consonants. How many words with 2 different vowel, 2 different consonants can be formed from the alphabet? അതാണ് ക്വസ്റ്റ്യൻ. ആദ്യമേ നമ്മൾ 2 വവലും 2 കൺസണന്റും എടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ 5 ലെറ്റർ കിട്ടിയെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ AEPQ. AEPQ ഇങ്ങനെ നമുക്ക് 2 എണ്ണം കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ ആദ്യമേ നമുക്ക് ഇതുപോലെ പല പോസിബിലിറ്റി പറ്റും. ഇതുപോലെ എത്ര പോസിബിലിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. എന്തുകൊണ്ടാണ്? ആദ്യത്തെ പൊസിഷനിൽ 4 എണ്ണം പറ്റും, രണ്ടാമത്തെ പൊസിഷനിൽ 3 എണ്ണം പറ്റും. ഇതിലേതെങ്കിലും ഒരെണ്ണം. മൂന്നാമത്തെ പൊസിഷൻ 2 എണ്ണം പറ്റും. അടുത്ത പൊസിഷൻ എത്ര എണ്ണം കിട്ടും? 1 എണ്ണം കിട്ടും. പക്ഷേ ഇത് ഒരേ ഒരു കോമ്പിനേഷനിൽ നിന്ന് മാത്രമാണ് ഈ 4 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നത്? റീഅറേഞ്ച് ചെയ്യാം. എന്തുകൊണ്ട്? ഇതുപോലെ 2 വോവലും 2 കൺസണൻസും ഇതുപോലെ പല പല കോമ്പിനേഷൻ പറ്റും. പക്ഷെ അത് അറേഞ്ച്മെന്റ് അല്ല. പകരം എന്താണ്? ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? സെലക്ഷൻ ആണ്. വേറൊരു പോസിബിലിറ്റി എന്തായിരിക്കും? IOXY. ഇത് എന്ത് തന്നെയാണ്? വേറൊരു സെലക്ഷൻ ആണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമ്പിനേഷൻ. ഇതെന്തായിരിക്കും? അറേഞ്ച്മെന്റ്. ഇതെന്തായിരിക്കും? അറേഞ്ച്മെന്റ്. ഇതെന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? അറേഞ്ച്മെന്റ്. 4, 3, 2, 1. ഓക്കെ, അവിടെയാണ് നമുക്ക് ഏത് വരുന്നത്? പെർമ്യൂട്ടേഷൻ വരുന്നത്. ഇതുപോലെ വേർഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻ കോമ്പിനേഷൻ ആണ്. അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ജസ്റ്റ് ഡിസ്പ്ലേ. അവിടെ 4, 3 എന്ന് എഴുതുന്നു,
3, 4 എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആണ്. പക്ഷേ സെലക്ഷൻ ഞാൻ എയും ഇയും സെലക്ട് ചെയ്യുന്ന പറയുന്നതും ഇയും എയും സെലക്ട് ചെയ്യുന്ന പറയുന്നത് തമ്മിൽ ഒരു വ്യത്യാസമില്ല സെലക്ഷൻ. അത് രണ്ടും ഐഡന്റിക്കലാണ്. ഇതേ സിറ്റുവേഷനിൽ തന്നെ ഞാൻ ഇ എ ക്യു പി സെലക്ട് ചെയ്യുമെന്ന് പറയുന്നത് എന്താണ്? ഇത് തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. എ ഇ പി ക്യു സെലക്ട് ചെയ്യുന്ന പറയുന്നതും ഇ എയും ക്യു പി ഞാൻ സെലക്ട് ചെയ്യുന്ന പറയുന്നത് എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് 5 വവ്വലിൽ നിന്ന് 2 എണ്ണം 5 സീറ്റ് വേ സെലക്ട് ചെയ്തു. 21 കൺസണിൽ നിന്ന് 2 എണ്ണം 21 സീറ്റ് വേയിൽ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്ന 5 സീറ്റ് ടൈം 21 സീറ്റ്, അത് 2100 ആണ്. ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? അതെന്താണ്? 4 ഫാക്ടോറിയൽ. അതാണ് എന്തെന്ന് പറയുന്നത്? 24. സോ ഇനി സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അറേഞ്ച് ചെയ്യുന്ന എത്ര രീതിയിൽ പറ്റും? 24 ടൈം 2100, 50,400. In an examination, a question paper consists of 12 questions divided into 2 parts, part 1 and part 2, containing 5 and 7 questions. Student is required to attempt 8 questions in all, selecting at least 3 from each part. How many ways can a student select the question? ശ്രദ്ധിക്കണം. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1ൽ 5 ക്വസ്റ്റ്യനും പാർട്ട് 2ൽ 7 ക്വസ്റ്റ്യനും 8 ക്വസ്റ്റ്യൻ ആകെ അറ്റംപ്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 3 ഫ്രം ഈച്ചിൽ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ. So 4 questions from part 1. Student can choose 3 questions from part 1 and 5 from part 2. അതൊരു പോസിബിലിറ്റി. അടുത്ത പോസിബിലിറ്റി എന്താണ്? കാരണം അറ്റ്ലീസ്റ്റ് മിനിമം 8 എണ്ണം വേണം. അപ്പോൾ രണ്ടിനെയും കൂടെ സമ്മ് 8 ആയിരിക്കണം. സോ 3ഉം 5ഉം. അടുത്ത അല്ലെങ്കിൽ ഏതാണ്? 4 questions from part 1, 4 from part 2. രണ്ടും സം എത്ര വരും? 8 വരും. അല്ലെ 5 questions from part 1, 3 questions from part 2. അവിടെ സം എത്ര വരും? 8 വരും. അറ്റ്ലീസ്റ്റ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ഇതൊക്കെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? പോസിബിലിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അതായത് ടോട്ടൽ 8. ഇപ്പം 3 + 5 8 ആണ്. മിനിമം 3 ഉണ്ട്. 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. 4 + 4 8 ആണ്. മിനിമം 3 ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്തു. 5 + 3 8 ആണ്. സം 8 ആണ്. മിനിമം 3 ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്താണ്? 3 questions from part 1 and 5 questions from part 2. എങ്ങനെ എടുക്കാം? പാർട്ട് 1ൽ നിന്ന് 5C3, 7C5. ഓക്കെ, അത് എത്ര ആയിരിക്കുന്നതാണ്? 3 questions from part 1. 5 ക്വസ്റ്റ്യനിൽ നിന്ന് 3 എണ്ണം എടുത്തു. 7 ക്വസ്റ്റ്യനിൽ നിന്ന് 5 എണ്ണം എടുത്തു. സോ 5C3 ടൈം 7C5. കാരണം ഇവിടെ അറേഞ്ച്മെന്റ് അല്ല. കാരണം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്താലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തെന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തെന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. നമ്മൾ അറ്റൻഡ് ചെയ്താലും ഒരു മാറ്റമില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഏത് ഓർഡറിൽ ഇട്ടാലും ഇതെന്താണ്? സെലക്ഷൻ ആണ്. സെലക്ഷൻ ആയതുകൊണ്ട് ഇതെന്താണ്? കോമ്പിനേഷൻ ആണ്, അറേഞ്ച്മെന്റ് അല്ല. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശേഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. പരീക്ഷ പേപ്പറിൽ അത് രണ്ടും ഒന്നാണ്, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണത് കോമ്പിനേഷൻ ആയിരിക്കുന്നത്. അതുകൊണ്ടാണത് 5C3 ടൈംസ് 7C5 എന്ന് വന്നിരിക്കുന്നത്. 4 questions from part 1, 4 questions from part 2. അതെങ്ങനെ സംഭവിക്കും? 4 questions from part 1, 4 questions from part 2. അപ്പോൾ ആദ്യത്തേത് 5C4ഉം രണ്ടാമത്തെ 7C4. എന്തുകൊണ്ടാണ്? 5 ക്വസ്റ്റ്യൻ 4 എണ്ണം എടുത്ത് 5C4, രണ്ടാമത്തെ 7 ക്വസ്റ്റ്യൻ 4 എണ്ണം എടുത്തു. സോ 5C4, 7C4. 5C4ഉം വന്നു, 7C4ഉം വന്നു. അത് കറസ്പോണ്ടിങ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 175 കിട്ടും. അടുത്ത 5 ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് 1, 3 ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് 2. സോ 5C5, 7C3. കാരണം 5C5 1 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. അത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 420 കിട്ടും. അത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 420 കിട്ടും.